ഈ ട്യൂട്ടോറിയലിനകത്ത് ഒരു ODB ഫയൽ എങ്ങനെ തുറക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ODB ഫയൽ എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഡാറ്റാബേസ്. നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ട്യൂട്ടോറിയലിനകത്ത് ജോബ് സബ്മിറ്റ് ചെയ്ത് അനാലിസിസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്നിടം വരെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു അനാലിസിസ് നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് സേവ് ആകുന്നത് ഔട്ട്പുട്ട് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ OBD ഫയലിലാണ്. OBD ഫയൽ എല്ലാ കേസിൻ്റെയും ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് എന്തായാലും നിങ്ങളോട് ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ OBD ഫയലാണ് നിങ്ങളോട് പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ CFD മോഡൽ എടുക്കുക, ഫയൽ എടുക്കുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് CA എന്ന് പറഞ്ഞത് മാറ്റിയിട്ട് ODB ഫയൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന ഇതിലേക്ക് പോവുക. OBD ഫയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ അയച്ചു തന്നിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ടെമ്പററിക്കകത്ത് നിങ്ങൾക്ക് എല്ലാ കേസിൻ്റെയും OBD ഫയലുണ്ട്. കേസ് 1, കേസ് 2, കേസ് 3 അങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ ഒരു കേസ് ഓപ്പൺ ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് സാധാരണ പോലെ നിങ്ങൾക്ക് പ്രഷർ കിട്ടും, വെലോസിറ്റി, ഫുൾ ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇതിൻ്റെ അകത്ത് മറ്റേ നിങ്ങൾക്ക് സോൾവ് ആക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് കൊടുക്കുക, ഫീച്ചേർഡ് ഒബ്ജക്റ്റീവ്സ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതിനകത്ത് ഏതൊക്കെയാണ് വെലോസിറ്റിയുടെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, നിങ്ങളോട് ഈ ഓപ്ഷൻസ് എല്ലാം മാറ്റി കൊടുക്കാൻ പറയും. ഇതിൻ്റെ അകത്ത് ഈ ആരോ ഹെഡ് കാണിക്കുന്നതാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. മാക്സിമം വെലോസിറ്റി വരുന്നത് എക്സിറ്റിൽ. അതാണ് ഇവിടുത്തെ